ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് ഇപ്പൊ ഉള്ളത് എവിടെയാണ്? ഞങ്ങളുടെ സ്വന്തം നാടായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിൽ അല്ലേ? അക്വാഡക്റ്റിന്റെ മേളിലാണ് ഞങ്ങളിപ്പോ ഉള്ളത്. അക്വാഡക്റ്റിന്റെ മേളില് പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങളുടെ കോഴഞ്ചേരിക്കടുത്തുള്ള വാഴക്കുന്നം അക്വാഡക്റ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. പമ്പാ നദിയുടെ മുകളിലുള്ള വാഴക്കുന്നം അക്വാഡക്റ്റിന്റെ മുകളിൽ നിന്നും ടെട്രാവലീറ്റിന്റെ പുതിയ സൗത്ത് ഇന്ത്യൻ യാത്രയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എടാ മിനി, നീ ട്രെയിനിനെ പറ്റി മിണ്ടരുത്. അവനും അവന്റെ ഒരു ട്രെയിൻ എവിടെ വന്നാലും ട്രെയിനാ. ഓക്കെ, എല്ലാം കൂടെ ഇപ്പൊ ട്രെയിൻ ചെറുക്കിന് ട്രെയിനിൽ കൈവിഷം നിറച്ച് കൊടുത്തേക്കുക. അതെ, ചുമ്മാ 24 മണിക്കൂറും ട്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോളും. അപ്പൊ നമ്മളിവിടെ അക്വാഡക്റ്റിന്റെ മേളിലാണുള്ളത്. വാഴക്കുന്ന അക്വാഡക്റ്റ് ആണ് ഈ കാണുന്നത്. ഇതുവഴി നമുക്ക് റാന്നിക്ക് പോവാം, ഇതുവഴി നമുക്ക് റാന്നിക്ക് പോവാം. അപ്പൊ ഞങ്ങളിപ്പോ കോഴഞ്ചേരിയിൽ നിന്ന് റാന്നി പോകുന്ന റൂട്ടിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു വഴിക്ക് കയറിയതാണ്. ഈ ഒരു നദിയിൽ ഇപ്പൊ ഇച്ചിരി വെള്ളം കൂടുതലാണ്. എനിക്ക് തോന്നുന്നു മഴ പെയ്തിട്ട് വെള്ളം വന്നാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങോട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ എന്തായാലും ശബരിമല റൂട്ടിൽ പോകണം. പോകുന്ന വഴിക്ക് പെരുന്നാട് 2-3 കാനന ക്ഷേത്രങ്ങളിൽ 2-3 കാനന ടെമ്പിളുകളുണ്ട്. അയ്യോ, കാനന ക്ഷേത്രം എന്ന് പറയുമ്പോൾ പേടിയാ. പണ്ട് കാനന ക്ഷേത്രത്തിൽ പോയിട്ടാണ് കേസായത്. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ, നമുക്ക് പോകാൻ പറ്റുന്ന ക്ഷേത്രമാണ്. പണ്ടും പോകാൻ പറ്റുന്ന ക്ഷേത്രമൊക്കെ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അന്നൊരു റിസോർട്ടിന്റെ പ്രൊമോഷനും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് കേസായത്. ഇല്ലാന്നുണ്ടെങ്കിൽ കേസാവില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും വി ആർ ഗോയിങ് ടു മുക്കുഴി ക്ഷേത്രം. നമ്മൾ കേട്ടിട്ടില്ലേ? മുക്കുഴി ക്ഷേത്രം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശബരിമല കാനന പാതയിലുള്ള ഒരു ക്ഷേത്രമാണ്. റോഡുണ്ട്, മുക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടേക്ക്. പിന്നെ അതിനടുത്ത് തന്നെ വേറെ 1-2 അമ്പലങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് ശബരിമല പമ്പ വരെ പോകാൻ പറ്റും. അപ്പോൾ ഉച്ചയായി, വൈകിട്ടത്തേക്ക് മുമ്പ് അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് വരാം അല്ലേ? റെഡി? അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു അക്വാഡക്റ്റിന്റെ മുകളിലേക്ക് വന്നതാണ്. ധാരാളം സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണത്. സിനിമകളിലും അതേപോലെ തന്നെ വെബ് സീരീസുകളിലുമൊക്കെ ഈ ഒരു അക്വാഡക്റ്റ് വന്നിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഇതിന് മുകളിൽ ധാരാളം ആളുകൾ വന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. വണ്ടികൾ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ വലിയ വീതിയുള്ള കാറുകളൊന്നും പോവില്ല. ചെറിയ കാറുകളും ഓട്ടോറിക്ഷകളും ബൈക്കുകളും ഒക്കെ ഇതിന് മുകളിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കും. നമ്മുടെ കേരളം ഉണ്ടല്ലോ, നമ്മുടെ കേരളം മുകളിൽ നിന്ന് കാണുമ്പോഴാണ് പ്രത്യേക ഭംഗി. അത് എവിടെ നിന്ന് നോക്കുമ്പോൾ എവിടെ കൊണ്ട് ഏത് മുകളിൽ താങ്കൾ നോക്കിയാലും ഒട്ടുക്കത്തെ ഭംഗിയാണ്. ഇവിടെ ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ ഈ റംബുത്താൻ എന്ന് പറഞ്ഞ ആ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. ഇവിടെ ഓരോ വീടുകളിലും റംബുത്താൻ ചെടികളും റംബുത്താൻ റംബുത്താൻ മരങ്ങളുണ്ടാവും. ഈ കാണുന്ന റംബുട്ടാൻ മരമാണ്. ഇത് വിളഞ്ഞു വരുമ്പോഴത്തേക്കിനും ആരെങ്കിലും വന്ന് വില പറഞ്ഞിട്ട് അത് നെറ്റൊക്കെ ഇട്ട് വലയൊക്കെ ഇട്ട് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വവ്വാലും കിളികളും ഒക്കെ അത് കഴിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയതേ ഉള്ളൂ റംബുട്ടാൻ. ഇതേ അമ്മ മാങ്ങ ഉണ്ട്. ഇതൊരു മാങ്ങ എന്ന് നോക്കിയേ. ഇത് മൂവാണ്ടനാണോ? അറിയത്തില്ല എന്ത് മാങ്ങയെന്ന് അറിയത്. നിറച്ച് മാങ്ങയൊക്കെ ഉണ്ട് കേട്ടില്ലേ. ജാതിക്ക ഇഷ്ടം പോലെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ. ജാതിക്ക, റംബുട്ടാൻ, പിന്നെ റബ്ബർ, അങ്ങനെ ഞങ്ങളുടെ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് പൊളിയാണ്, കിടിലൻ ജില്ലയാണ്. പക്ഷേ ടൂറിസ്റ്റ് പ്ലേസുകൾ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ടൂറിസം ഒന്നും ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ആകെയുള്ളത് നമ്മുടെ ശബരിമല തീർത്ഥാടനമാണ് ലോകം മുഴുവൻ അറിയാവുന്നത്. അത് ഈ പറഞ്ഞ പോലെ സീസണൽ ആയതുകൊണ്ട് ആളുകൾ ഇഷ്ടംപോലെ വരും. ഈ അക്വാഡക്റ്റിൻ്റെ മുകളിലേക്ക് അധികം വണ്ടികൾ കയറി പോയിരിക്കാൻ വേണ്ടി ഇതുപോലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കൂടെ പോകുന്ന വണ്ടികൾ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചെറിയ കാറുകളൊക്കെ കൊണ്ടുപോകാം, മറ്റപ്പറ്റയൊക്കെ എടുത്തുകൊണ്ട് പോകാം. വലിയ വണ്ടികളൊക്കെ പോകാനായിട്ട് പറ്റുകയില്ല. ഇത് ശരിക്കും പമ്പ ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കനാലാണ്. അപ്പോൾ ഈ കനാൽ ആക്ച്വലി ഈ കനാലിലൂടെ വെള്ളം കൊണ്ടുപോകുന്നതാണ്. ഇപ്പം വെള്ളം ഇറിഗേഷൻ പരിപാടികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കനാൽ പമ്പ നദിയുടെ കുറുകെ കൂടെ ഈ കനാലിൽ ഇങ്ങനെ വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഡക്റ്റാണ് നമ്മളിപ്പോൾ കയറിയ സ്ഥലം. നമ്മളിപ്പോൾ ആക്ച്വലി റാന്നി എത്തി. റാന്നിയിൽ നിന്ന് നമ്മൾ കൊട്ടാരക്കര തേനി ഡിണ്ടിഗൽ ഹൈവേയിലേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. അതായത് SH8 എന്ന് പറയും. നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയും നാഷണൽ ഹൈവേയും കൂടെയാണത്. ഇത് പണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് നടന്ന വഴിയായിരുന്നു. ഇപ്പം നല്ല അടിപൊളി റോഡാണ്. അപ്പോൾ ഈ ഒരു വഴി കൂടെ നമ്മളിപ്പോൾ എരുമേലിയിലേക്ക് തിരിഞ്ഞു പോകും. നമ്മളെ എരുമേലിയിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ഭാഗം എസ്റ്റേറ്റും അതേപോലെ തന്നെ കേരള വനം വകുപ്പിൻ്റെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടു. കേരള വനം വന്യജീവി വകുപ്പ് കോട്ടയം വനം ഡിവിഷൻ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും വനത്തിൽ നിക്ഷേപിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ലംഘിക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി
നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശം ക്യാമറ നിരീക്ഷണത്തിലാണ് എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടുത്തെ പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നോക്കണേ, ഇതെന്താ സംഭവം ഉണ്ടോ? ഇതൊക്കെ ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് ഇട്ടിരിക്കുന്ന വേസ്റ്റാണ്. അതിനിടയ്ക്ക് മദ്യക്കുപ്പികൾ വരെ കിടപ്പുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടിരിക്കുന്ന വേസ്റ്റാണ്. ആ ഒരു ബോർഡിൻ്റെ തൊട്ട് മുമ്പിലാണ് ഈ സംഭവങ്ങൾ എന്ന് നോക്കണം. പിന്നെ അത് മാത്രമല്ല, അവിടെ മുമ്പിൽ റോഡിൻ്റെ സൈഡിൽ കണ്ടില്ലേ, ആളുകൾ വേസ്റ്റ് കൊണ്ടുവന്ന് കവറിലാക്കിയിട്ട് കൊണ്ടുവന്ന് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, വേസ്റ്റ് കവറിലാക്കി കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ ക്യാമറ നിരീക്ഷണത്തിലാണെന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് 25,000 രൂപ പിഴ കൊടുത്തു എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വനം വകുപ്പിനെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം ഇത് ചെയ്യുന്നത് നമ്മുടെ ആൾക്കാരാണ്. എന്താല്ലേ, നമ്മുടെ ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു കഷ്ടം എന്ന് പറയുന്നത്. നമ്മൾ സിവിക് സെൻസിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ. സത്യം പറഞ്ഞാൽ ബോർഡ് ഉണ്ട്, നിയമമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഇതാരും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. അവിടെ ഈ പ്ലേറ്റും മറ്റ് സംഭവങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ, അത് ഇതിലൂടെ പോകുന്ന തീർത്ഥാടകരും അതേപോലെ തന്നെ മറ്റ് ആളുകളൊക്കെ റോഡിന്റെ സൈഡിലൊക്കെ നിർത്തി വാഹനം നിർത്തി ഭക്ഷണം കഴിച്ചിട്ട് ആ വേസ്റ്റ് അതേപോലെ അവിടെ ഇട്ടിട്ട് പോകുന്നതാണ്. ഇപ്പൊ തന്നെ അവിടെ ഒരു വണ്ടിയിൽ നിറച്ച ആളുകൾ അവിടെ എന്താ പറയാ ഇത് ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്ന കണ്ടു. അവരവിടെ വേസ്റ്റ് ഇടുമല്ലോ നമുക്ക് അറിയത്തില്ല, പക്ഷെ അങ്ങനെയുള്ള ആളുകളാണ് അവിടെ വേസ്റ്റ് ഇടുന്നത്. നമ്മൾ കൂർഗിലൊക്കെ പോയി കഴിഞ്ഞാൽ, കൂർഗിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് ഇതേപോലെ മലയാളി വണ്ടികൾ റോഡ് സൈഡിൽ നിർത്തി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അടി കിട്ടും ആൾക്കാരുടെ നിന്ന് ഞാൻ വന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ക്യാമറ തിരിച്ച് പുറമോട്ട് കാണിച്ചു കൊടുത്തേ, എന്താന്ന് നോക്കി. അതൊക്കെ തന്നെയാ, അതായത് ചാക്കിൽ കെട്ടി കൊണ്ടുവന്നിട്ടിരിക്കുക അല്ലേ വേസ്റ്റ് ഒക്കെ. എന്റെ ദൈവമേ, അത് ഭയങ്കര കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ശരിക്കും അയ്യപ്പന്റെ പൂങ്കാവനം എന്നറിയപ്പെടുന്ന വനമേഖലയാണ്. മനസ്സിലായില്ലേ? അതാണ് ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് വീഡിയോ കണ്ടിട്ടും നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് ബേസിക്കലി ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു റൂട്ടിൽ കംപ്ലീറ്റ് റോഡ് സൈഡ് മൊത്തം എനിക്ക് കാണാൻ സാധിക്കുന്നത് 2 സൈഡിലും വേസ്റ്റ് ഡംപ് ചെയ്തിരിക്കുന്നതാണ്. വനമേഖലയാണെന്നും കൂടെ ഓർമ്മ വേണം. വെരി സാഡ്. നമ്മളിപ്പോ എരുമേലിയെത്തി. എരുമേലിയിൽ ഈ കാണുന്നത് വാവരപള്ളിയും നേരെ കാണുന്നത് ധർമ്മശാസ്ത്ര ക്ഷേത്രവും. എരുമേലിയിലെ വാവരപള്ളിയും ധർമ്മശാസ്ത്ര ക്ഷേത്രവുമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ശബരിമല ക്ഷേത്രം ഓപ്പൺ ആണെന്ന് തോന്നുന്നു, കാരണം ഇവിടെ കുറച്ച് തീർത്ഥാടകരെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അവർക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇവിടെ മുഴുവൻ റബ്ബർ എസ്റ്റേറ്റുകളാണ് ഗൈസ്. പലതരത്തിലുള്ള റബ്ബർ എസ്റ്റേറ്റുകളുള്ള നാടാണ് പത്തനംതിട്ട. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ വിളയുന്ന നാട് പത്തനംതിട്ട ആയിരിക്കണം. പ്രത്യേകിച്ച് ഈ ശബരിമല ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും ലാഹ എസ്റ്റേറ്റ്, മറ്റേ എസ്റ്റേറ്റ്, മറ്റേ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 100 കണക്കിന് എസ്റ്റേറ്റുകൾ ഇവിടെ ഉണ്ട്. റബ്ബറാണ്. ഈ കാണുന്നതൊന്നും കാടല്ല ഗൈസ്, ഇതെല്ലാം റബ്ബറാണ്. ഫുൾ റബ്ബർ മരങ്ങളായിരിക്കും. റബ്ബർ മരങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കുറേ സീസണിലാകുമ്പോഴത്തേക്കും വെട്ടിക്കളഞ്ഞിട്ട് പൈനാപ്പിൾ വെച്ച് കൃഷി ചെയ്ത് ആ സ്ഥലം റെഡിയാക്കി വീണ്ടും റബ്ബർ തൈ നട്ട് അതിങ്ങനെ മാറ്റി റബ്ബർ നട്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഫുൾ റബ്ബറിൻ്റെ സ്ഥലങ്ങളാണ്. റബ്ബറും തോട്ടങ്ങൾ ഇങ്ങനെ ഇഷ്ടംപോലെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ശബരിമലയ്ക്ക് പോകുമ്പോൾ ഉള്ള ഈ ഒരു ഭാഗം. ഇതിലൂടെ ചോറ് കഴിക്കുകയാണ് ഗൈസ്. നോക്കും, ചോറ്. ഞാനൊരു പൊറോട്ട എന്തിനാ എടുക്കുന്നത്? നിങ്ങൾ ചോറ് കഴിക്കില്ലേ? എന്തിനാ പൊറോട്ട കഴിക്കുന്നത്? കടലക്കറിയുടെ ടേസ്റ്റ് ആവണം. ഞാൻ ഒരു ചോറും പൊറോട്ടയും കടലക്കറി. ഈ ശബരിമല റൂട്ടിലൊക്കെ ഇതുപോലെയുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. ഈ ക്ഷേത്രം ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ധാരാളം അന്യനാട്ടിൽ നിന്നുള്ള ആളുകളും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നോൺ വെജ് റെസ്റ്റോറൻറ്റുകളിൽ ഇവർ കയറത്തില്ല. അപ്പോൾ സാധാരണ വെജ് റെസ്റ്റോറൻറ്റുകളുണ്ടാവും. അപ്പോൾ ഈ ഹോട്ടലിൽ തന്നെ, നമ്മളിപ്പോൾ കയറിയ ഹോട്ടലിൽ തന്നെ, ഇത് ഇപ്പോൾ ക്ഷേത്രം ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് വെജിറ്റേറിയൻ ആയിട്ട് പ്രവർത്തിക്കും. ക്ഷേത്രം ക്ലോസ് ചെയ്ത്, ശബരിമല ക്ഷേത്രം ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നോൺ വെജ് ആയിട്ട് പ്രവർത്തിക്കും. കാരണം എന്നാൽ മാത്രമേ ഇവർക്കൊക്കെ പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ, കച്ചവടം നടക്കുകയുള്ളൂ. ഘോര വനം പോലെ തോന്നുന്നുണ്ടോ നോക്കി? ഇത് ശരിക്കും ഇപ്പൊ വനമേഖലയിലേക്ക് നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. ആ കാണുന്നതൊക്കെ വനമാണെന്ന് തോന്നുന്നു. ഇതിന്റെ താഴെ പമ്പാ നദിയുണ്ട്. ആ പമ്പാ നദിയുടെ അപ്പുറത്താണ് ആ കാണുന്ന മലകളൊക്കെ. ഇവിടെ വരുന്ന വഴിക്ക് നാട്ടുകാർ ഒരു ബോർഡ് വെച്ചിരിക്കുന്ന നാട്ടിലെ ഗൂഗിൾ മാപ്പ് നോക്കി ഇതുവഴി യാത്ര ചെയ്യരുത്, പ്രവേശനം ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണെന്ന്. അതായത് ആ വഴി കൂടെ ഒക്കെ ഗൂഗിൾ മാപ്പ് പോകാനായിട്ട് കാണിക്കും, അതുവഴി പോകരുത്, പെട്ടുപോകുന്നു, ചെറിയ വഴിയാണെന്ന്. ശബരിമലയ്ക്ക് പലതവണ ഞാൻ പോയിട്ടുണ്ട്. അതിൽ കാനന പാതയിലൂടെ നടന്ന് കുറേ തവണ പോയിട്ടുണ്ട്. എനിക്കൊന്നൊരു 5-6 തവണ പോയിട്ടുണ്ട് കാനന പാതയിലൂടെ നടന്ന്. നമ്മൾ കാനനപാതയിലൂടെ നടന്നു പോകുന്നത് എരുമേലിയിൽ നിന്ന് ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വരെ പോകും. ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ കാനനപാതയിൽ പ്രവേശിച്ച് നമ്മൾ ആദ്യം വരുന്ന ഒരു ക്ഷേത്രമാണ്. അതായത് കാട്ടിലൂടെ നടന്ന് ആദ്യം വരുന്ന ഒരു ക്ഷേത്രമാണ് കാളകെട്ടി എന്ന് പറയുന്ന ക്ഷേത്രം.
ആ കാളകെട്ടി എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലേക്കാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശരിക്കും നമ്മൾ എരുമേലിയിൽ നിന്നും മുക്കുഴിയിലേക്കുള്ള യാത്രാമധ്യേ ഒരു തേക്കിൻ കാട്ടിനുള്ളിൽ ആണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഫോറസ്റ്റിനുള്ളിലാണ്. അപ്പോൾ ആ ഒരു റോഡിൽ നിന്നും തേക്കിൻ കാട്ടിനകത്തൂടെ കിടക്കുന്ന ഒരു റോഡിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു തേങ്ങ ഉടയ്ക്കുന്ന ഒരു സ്ഥലം കാണാം. കോട്ട എന്നാണ് ഈ ഒരു സ്ഥലത്തിന് ഇവിടെ പേരെഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ശബരിമലയിലൊക്കെ കാണുന്ന പോലെ തന്നെ വലിയ ഒരു തേങ്ങ ഉടയ്ക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ മുമ്പിൽ കാണുന്ന ഏതോ ഒരു മരത്തിലാണ് ഇവിടെ കാളയെ കെട്ടിയത് എന്നാണ് വിശ്വാസം. ഇത് ശരിക്കും ഒരു ശിവപാർവതി ക്ഷേത്രമാണ്. അപ്പം വന്നിട്ടുണ്ടോ ഇവിടെ? ഞാൻ വന്നിട്ടില്ല. അപ്പം നടന്നു പോയിട്ടില്ലല്ലേ ശബരിമലയ്ക്ക്? ഇല്ല, ഞാൻ പമ്പ ഇറങ്ങി പോയിട്ടേ ഉള്ളൂ, അല്ലാതെ നടന്നു പോയിട്ടില്ലല്ലേ? ഈ കാണുന്ന പാതയിൽ കൂടെ പോയിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ മറ്റോ വന്ന കുറച്ച് അയ്യപ്പന്മാര് ഇവിടെ വിരിവെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇവർ ഇങ്ങനെയാണല്ലോ ശബരിമല യാത്ര പോകുമ്പോഴത്തേക്കിനും സ്വന്തമായി ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്ന രീതിയിലാണ് ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്നത്. ശരിക്കും ഈ കാളകെട്ടി ക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ആക്ച്വലി ഇത് അടച്ചിട്ടിരിക്കുകയാണ്, ക്ഷേത്ര സമയമല്ലല്ലോ. ഇത് ശരിക്കും പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്നത് നമ്മുടെ ശബരിമല തീർത്ഥാടന കാലത്താണ്. കാരണം ഈ ശബരിമല തീർത്ഥാടന കാലത്ത് നമുക്ക് ഈ കാനനപാതയിലൂടെ നടന്നു വരുന്ന ആളുകൾ അവരുടെ ഒരു ഇടത്താവളമായിട്ട് രാത്രി സമയങ്ങളിൽ വിരിവെക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ക്ഷേത്രവും പരിസരവും കൂടുതലായിട്ടും ആളുകൾ ഉപയോഗിക്കുന്നത്. എരുമേലിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ശരിക്കും വരുമ്പോഴത്തേക്കിനും ആദ്യത്തെ ഇടത്താവളമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കാളകെട്ടി ക്ഷേത്രം എന്ന് പറയുന്നത്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഈ വഴിയൊക്കെയാണ് നടന്നു വരുന്നത്. ശരിക്കും എരുമേലിയിൽ നിന്ന് പുറപ്പെട്ടാൽ മുക്കുഴിയിൽ പോയി വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ അവിടെ നിന്നും പമ്പയ്ക്ക് നടന്നു പോകുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കുറേ തവണ പോയിട്ടുണ്ടെങ്കിലും പിന്നീട് ആ ഒരു നടന്നു പോക്കൊക്കെ നിർത്തി. അപ്പം ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാനന ക്ഷേത്രമാണ്. ധാരാളം കാനന ക്ഷേത്രങ്ങളുള്ള ഒരു ജില്ലയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. ശരിക്കും ഇവിടുത്തെ ചരിത്രമൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ധാരാളം ഉണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ കാളകെട്ടി, അതേപോലെ തന്നെ ഇഞ്ചിപ്പാറ കോട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ധാരാളം ചരിത്രം പറയുന്ന വീഡിയോസ്, അതായത് ഇവിടുത്തെ കഥകളും മറ്റുമൊക്കെ പറയുന്ന വീഡിയോസൊക്കെ ധാരാളം കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു ട്രാവൽ ഭാഗമായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീക്ക് ഡേയ്സിലോ അല്ലെങ്കിൽ ഒരു അവധി ദിവസമോ അല്ലെങ്കിൽ തിരക്കില്ലാത്തൊരു ദിവസമോ തിരക്കുള്ള ദിവസമോ എപ്പോൾ വേണമെങ്കിലും ഈ പറഞ്ഞ റൂട്ടുകളൊക്കെ പോയി ട്രൈ ചെയ്യാവുന്നതാണ്. ഉറങ്ങിയില്ലേ? എടാ നീ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവൻ പറയാം അവിടെ പോണോന്ന്. ആ കൊള്ളാം, നീ ഉറങ്ങിയെന്ന് പറഞ്ഞല്ലേ നിന്നെ ഇറക്കാതെ ഞങ്ങൾ പോയത്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ കാണുന്നതൊക്കെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വകയായിട്ടുള്ള തേക്കും തോട്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അല്ലേ, ഫോറസ്റ്റിന്റെ തേക്കും തോട്ടമായിരിക്കും. ഈ ഭാഗം മുഴുവൻ ഫോറസ്റ്റ് സ്ഥലമാണ്. അപ്പോൾ അതിനകത്താണ് ഈ കാണുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത്. ചേതാ ഇത് കണ്ട മുമ്പില്, ഇത് എനിക്കൊന്ന് അഴുതാ നദിയല്ലേ? ഇത് അഴുതാ നദിയാണ്. അഴുതാ നദിയുടെ മുകളിലൂടെയുള്ള കൈവരി ഇല്ലാത്ത ഈ പാലം കയറി വേണം നമ്മൾ മുക്കുഴിക്ക് പോകാനായിട്ട്. അഴുതാ ക്ഷേത്രത്തിൽ പോകും കേട്ടോ നമ്മൾ നടന്നു വരുന്ന ആൾക്കാർ. അഴുതാ ക്ഷേത്രത്തിൽ നിന്ന് ഫർദർ മുന്നോട്ട് നടന്നു വരുമ്പോഴാണ് നമ്മൾ മുക്കുഴി ക്ഷേത്രത്തിൽ പോകുന്നത്. ഞാൻ അഴുതാ ക്ഷേത്രം ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ആ ഒരു അഴുതാ നദി കുറുകെയുള്ള ഒരു ചെറിയൊരു പാലം കടന്നൊരു ചെറിയൊരു ഓഫ് റോഡ് പോകണം നമുക്ക് മുക്കുഴി പോകാനായിട്ട്. നമ്മൾ മുക്കുഴി കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. മുക്കുഴിയിലേക്കുള്ള റോഡാണ്. എനിക്ക് കണ്ടില്ലേ, നബാർഡിന്റെ ഫണ്ടിൽ നിർമ്മിച്ച റോഡാണ്. 38 ലക്ഷം രൂപ നീളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇനോഗ്രേറ്റഡ് ബൈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. 2015-16 കാലഘട്ടത്തിൽ. താഴെയൊക്കെ നോക്കി എന്താ അല്ലേ, ഞങ്ങളിങ്ങനെ ശരിക്കും ലിറ്ററലി വനത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയപ്പോ ഇവിടെ മുമ്പിൽ താഴെ വീടൊക്കെ ഉണ്ട്, കണ്ടില്ല നോക്കി. ഇത് മെയിൻ റോഡിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയ റോഡിലൂടെ വരണം. വണ്ടികളൊക്കെ പോകും. കോൺക്രീറ്റ് ചെയ്ത നല്ല റോഡുണ്ട്, പക്ഷെ വളരെ വീതി കുറഞ്ഞ റോഡാണെന്നേ ഉള്ളൂ. നമ്മള് ലാസ്റ്റ് എത്താറായപ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് കോൺക്രീറ്റ് ഇല്ല, ഇങ്ങനത്തെ റോഡാണ്. ഇത് ശരിക്കും വേറെ ചെറിയ വണ്ടികൾ വരില്ല കേട്ടോ. ഇത് ലാസ്റ്റ് ഒരു 700 മീറ്റേഴ്സ് കുറച്ച് ഓഫ് റോഡാണ്. അപ്പുറത്തും ഇപ്പുറത്തും കാപ്പിത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് പ്യോർലി ഫോറസ്റ്റ് ഏരിയ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റിന്റെ സൈഡിൽ ജണ്ട കാണാം, പിന്നെ പ്ലാന്റേഷൻ ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തും, റബ്ബർ കൃഷി കാണാം. അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ നമുക്ക് ഇവിടെ വരുന്ന ആൾക്കാർ ക്ഷേത്രത്തിലേക്ക് മാത്രം വരിക പോവുക, കാരണം ഇത് റോഡ് ഡെഡ് എൻഡ് ആണ്. അവിടെ എനിക്ക് അവിടെ എത്താൻ പറ്റുമ്പോൾ എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറയാം. ഞാൻ എത്ര തവണ നടന്നു പോയിട്ടുണ്ടോ അമ്മ ശബരിമലയ്ക്ക്? ഒരു 5-6 തവണ പോയിട്ടില്ലേ? ഒരു 5-6 തവണ പോയിട്ടുണ്ട്. ഈ 5-6 തവണ ഞാൻ ശബരിമലയ്ക്ക് നടന്നു പോയ സമയത്തും 5-6 തവണയും രാത്രി കിടന്നുറങ്ങിയ ഒരു ഇടത്താവളമാണ് ഈ ഒരു സ്ഥലം. ഇത് ഈ സ്ഥലം കണ്ടോ അമ്മ? ഇത് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവര് വിരിവെച്ച് തരുന്നത്. ഇത് ഇവിടെ പണിതിട്ടിരിക്കുന്നത് കണ്ടോ? ഇതിനകത്ത് നമുക്ക് ഇവിടെ പായിടും. ഇവിടെ
എന്നിട്ട് ഇതിങ്ങനെ നിരപ്പാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ, ജസ്റ്റ് പാ തരും ഇവർ. ആ പായ്ക്ക് വേണ്ടി നമ്മൾ പൈസ കൊടുക്കണം. അല്ല പാ കൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് കയറി കിടക്കാം. വേറെ ചില സമയത്ത് ഫാൻ ഉണ്ടാവും, ചിലപ്പോൾ ഫാൻ ഉണ്ടാവില്ല, ലൈറ്റ് ഉണ്ടാവും. പിന്നെ ആളുകൾ രാത്രിയിൽ മറ്റേ കെട്ടൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ട് ഇവിടെ കിടന്നുറങ്ങും ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടി. അതിനിടയ്ക്ക് അവിടെ കുറേ ആളുകൾ നിന്ന് ഭജന പാടുന്നുണ്ടാവും. പിന്നെ അവിടെ പുറത്ത് അമ്പലത്തിൽ ഭജന പാടുന്നുണ്ടാവും. ഭക്ഷണം ലഭിക്കുന്ന റെസ്റ്റോറൻറ്റും റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി സെറ്റപ്പുകളൊക്കെ ഉണ്ടാവും ഇവിടെ. അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണിത്. അപ്പോൾ ഇവിടെ നമുക്ക് സർക്കാർ ഡിസ്പെൻസറി, ഓക്സിജൻ പാർലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ അതേപോലെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ സേവനങ്ങൾ ഈ ഒരു ഭാഗത്ത് അവൈലബിൾ ആയിരിക്കും. അവിടെയാണ് അമ്പലം. ഈ കാണുന്നതൊക്കെ കണ്ടോ, ഇതൊക്കെ മറ്റേ വിരി വെക്കുന്ന സ്ഥലങ്ങളും റെസ്റ്റോറൻറ്റുകളും മറ്റുമൊക്കെ ആയിരിക്കും. ഇതൊക്കെ ആ ഒരു ശബരിമല സീസൺ സമയത്ത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഇത് ഇത്തരത്തിൽ ഇങ്ങനെ കിടക്കുകയായിരിക്കും. ഇവിടെ ചെറിയ കടകളുണ്ടാവും. ശരിക്കും ഇവിടെ വരെ മാത്രമാണ് നമുക്ക് വാഹനത്തിൽ വരാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് മല കയറി ഇറങ്ങി നമ്മൾ പമ്പയിലേക്ക് പോയി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു ഭാഗത്ത് ശബ്ദം ഉണ്ടാക്കുന്നേ റേഷാ നോ, പമ്പാ നദി ഇല്ല ഇവിടെ. പമ്പാ നദി വേറെ സ്ഥലത്താണ്. അമ്മ നമ്മൾ നേരത്തെ കണ്ട സ്ഥലമില്ലേ, അഴുതയും മുക്കുഴിയൊക്കെ, അതില് അവിടെ നിന്ന് അല്ല, ഇത് മുക്കുഴി, അഴുതേന്ന് നമ്മൾ ഈ കാണുന്ന വഴി കൂടെ ഇറങ്ങി വരും. ഇതാണ് മുക്കുഴി ക്ഷേത്രം. ഇവിടെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കിനും ഇവിടെ ഈ സ്ഥലത്ത് മറ്റേ ഹെൽത്ത് സർവീസിൻ്റെ ഒരു ഇതുണ്ടാവും. അവർ നമ്മുടെ കാലത്ത് തേക്കാൻ ഒരു സാധനം തരും. കാരണം അട്ടയായിരിക്കും രാവിലെ സമയങ്ങളിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ മൊത്തം അട്ട കഴിക്കും. അപ്പോൾ ഇവിടെ നിന്ന് മറ്റേ കാലേ തേക്കാൻ വേണ്ടിയുള്ള എന്തോ ഒരു സാധനം തരും, ഒരു ലിക്വിഡ് പോലത്തെ ഒരു മണ്ണെണ്ണ അങ്ങനത്തെ സാധനം തരും. അത് കാലത്ത് തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ അട്ട പിടിക്കില്ല ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ സാധനം തരും. മണ്ണെണ്ണ ഉള്ളൊരു മണ്ണെണ്ണ കൊണ്ടുപോകും. പിന്നെ അങ്ങനെ അട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒരു സാധനം ഇതിലേ പോകുന്ന അയ്യപ്പന്മാർക്കെല്ലാം കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. കേറാം ബാബാ. അപ്പൊ ഈ കാണുന്നതാണ് ഇവിടുത്തെ അമ്പലം. ഇവിടെ ഇപ്പൊ അട്ട ഉണ്ടാവില്ല. ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ താഴെയായിട്ടാണ് പൊതു ബാത്റൂമുകളും അതേപോലെ തന്നെ ശൗചാലയങ്ങളും മറ്റുമൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് കുളിക്കേണ്ടവർക്കൊക്കെ രാവിലെ കുളിച്ചിട്ട് പോകാനുള്ള സൗകര്യം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഹോമിയോപ്പതി ക്ലിനിക്ക്, പിന്നെ ഇവിടുത്തെ മേൽശാന്തിയുടെ റൂം ഒക്കെയാണ് ആ കാണുന്നത്. ഭദ്രകാളി ക്ഷേത്രമാണ്. ഭദ്രകാളിയുണ്ട്, അപ്പുറത്ത് അയ്യപ്പൻ്റെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട്, ഇവിടെ ഗണപതിയുണ്ട്. ഇവിടെ ഇതൊക്കെ സീസൺ സമയത്ത് ഇവിടെയൊക്കെ എന്ത് ആംബിയൻസ് ആണെന്നറിയോ, ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ എല്ലാം. പരമ്പരാഗത കാനനപാത ശബരിമല 22 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നടന്നു പോകാനായിട്ട്. പമ്പയിലേക്ക് 18 കിലോമീറ്റർ, കരിമല 10 കിലോമീറ്റർ, പുതുശ്ശേരി 8 കിലോമീറ്റർ. ഇതിൽ നമ്മൾ ഇവിടെ നിന്ന് ആദ്യം പുതുശ്ശേരി പോവും, എന്നിട്ട് കരിമല കയറും. കരിമല എന്ന് പറയുന്നത് സിമ്പിൾ അല്ല, ഇറ്റ്സ് എക്സ്ട്രീം. ഭയങ്കര ഇപ്പൊ പാട്ട് തന്നെയില്ലേ, കരിമല കയറ്റം കഠിനം എന്റെ അയ്യപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൊല്ലുക തന്നെ ചെയ്യും. കരിമലയിൽ കയറി നമ്മള് പൊന്നമ്പലമേട് വഴി ഇറങ്ങിയിട്ടാണ് നമ്മൾ പമ്പയിലേക്ക് എത്തുന്നത്. പമ്പയിൽ ചെന്നിട്ട് പിന്നെ സാധാരണ എല്ലാവരും പോകുന്ന വഴിക്ക് വീണ്ടും പമ്പയിൽ നമ്മൾ മേളിലേക്ക് കയറി പോകും. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട്, എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. ഇനി എപ്പോഴെങ്കിലും എന്റെ ഭാവിയിൽ പോകാൻ പറ്റുമെങ്കിൽ നല്ല, അത് ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ്. അമ്മയ്ക്ക് പോവാലോ, ഇനിയിപ്പോ എപ്പോ വേണേ പോവാലോ. പക്ഷെ നടന്നു കയറാനൊരു അത് നമ്മൾ മനസ്സ് വിചാരിച്ചാൽ എല്ലാം പറ്റും. അല്ല, ഇപ്പൊ ഇനി പറ്റത്തില്ലല്ലോ എനിക്ക്. എന്താ പറ്റാതെ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഹെൽത്തി ആയി കഴിഞ്ഞാൽ നമുക്ക് പോവാന്നേ. ഇവിടെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, പതുക്കെ മല കയറി വിശ്രമിക്കുക, അതേപോലെ തന്നെ ഓരോരോ ക്ഷീണമോ നെഞ്ചുവേദനയൊക്കെ അനുഭവപ്പെട്ടാൽ മലകയറ്റം നിർത്തി വൈദ്യസഹായം തേടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഭാഷകളിൽ ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യണം? മണി അടിക്കണോ? പോയി മണി അടിക്കുക, അമ്മ അടിപ്പിച്ചു തരും കേട്ടോ. ഇവിടെ ഈ കാണുന്നതൊക്കെ വിരി വെക്കുന്ന സ്ഥലങ്ങളാണ്, കണ്ടില്ലേ നോക്കി. ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസ് ഒക്കെ താൽക്കാലികമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. ഇതൊക്കെ വിരി വെക്കുന്ന സ്ഥലങ്ങളാണ് നോക്കി. അതായത് ഇങ്ങനെയൊക്കെയാണ് ശബരിമല സീസൺ സമയത്ത് അയ്യപ്പന്മാർ പലതരത്തിലുള്ള വ്രതമൊക്കെ എടുത്ത് പലതരത്തിലുള്ള യാതനകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചാണ് ആളുകൾ ശബരിമലയ്ക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് കുളിമുറിയും അതേപോലെ തന്നെ ശുചിമുറികളും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത്തരത്തിൽ ഈ കാനനപാതയിലൂടെ പോകുന്ന ധാരാളം ആളുകളുണ്ടാവും. ആ ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ യൂസ് ചെയ്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് അവർ വിരിവെക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോറസ്റ്റിന്റെ ഒരു ഗേറ്റ് കാണാം. ആ ഒരു ഗേറ്റ് അടച്ചിട്ടിരിക്കുന്ന കാണാം. അതിലൂടെ ഇപ്പോൾ പോകാൻ പറ്റില്ല, കാരണം അത് സീസൺ തുടങ്ങുമ്പോൾ മാത്രമേ ഈ വഴി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് തുറന്നു കൊടുക്കുകയുള്ളൂ. ഇതെനിക്ക് തോന്നി ആന കയറാതിരിക്കാൻ വേണ്ടിയോ അല്ലെ എന്തെങ്കിലും മൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയായിരിക്കും. സ്വാമി അയ്യപ്പന്റെ പൂങ്കാവനത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു
ഗേറ്റ് തുറന്ന ഈ വഴി കൂടെ ഇറങ്ങി നമ്മൾ നടന്നാണ് നമ്മൾ കരിമല കയറാനായിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ആ കാണുന്ന ഭാഗത്ത് ഇതാണെന്ന് തോന്നുന്നു കരിമല, എനിക്ക് കൃത്യം എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും ഇപ്പം ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്നത് കണ്ടില്ലേ. ശരിക്കും ഉണ്ടല്ലോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ സമ്മതിക്കണം. ഈ ശബരിമല സീസൺ ആവുന്ന സമയത്ത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഈ കാനന പാത വെട്ടിത്തെളിച്ചിടുന്നത്. കാരണം ഇങ്ങനെ കിടക്കുന്ന കാട് പിടിച്ച് കിടക്കുന്ന, അതായത് ഒരു വർഷം ശബരിമല സീസൺ എന്ന് പറയുന്നത് എത്ര മാസമാണ്? 2-3 മാസം. ആ സമയം മാത്രമേ ഇതിൽ ഓപ്പൺ ആകുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളെല്ലാം കാട് പിടിച്ച് തന്നെ നടക്കുകയാണ്. മൃഗങ്ങളുണ്ടാവാം, പാമ്പും പഴുതാരയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ആളുകളെ ഉപദ്രവിക്കാതെ ഈ പോകുന്ന തീർത്ഥാടകരെ സഹായിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ റൂട്ട് വെട്ടിത്തെളിച്ചിടുന്നത്. എന്നിട്ടാണ് അയ്യപ്പന്മാരെ ഇതിലൂടെ കടത്തി വിടുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. പല ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകീകൃത പ്രവർത്തനങ്ങൾ കാരണമാണ് ശബരിമല ഈ ഒരു പിൽഗ്രിമേജ് ശരിക്കും സിമ്പിളായിട്ട് നടക്കുന്നത്. കണ്ടോ അവിടെ എന്താ അവിടെ ഉള്ളേ? ഇത് എവിടെ? ആരാ ഉള്ള? അയ്യപ്പന്റെ സ്ഥലമാണ് ഇതറിയോ? അതാരാ നിൽക്കുന്ന? ആരാ? ടൈഗർ. ടൈഗർ, അതായത് പുലി ബാ. അതായത് സംഭവം എന്താ അറിയോ, നമ്മള് അയ്യപ്പൻ ശബരിമലയ്ക്ക് നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം റെസ്റ്റ് ചെയ്തിട്ട് പോയ സ്ഥലങ്ങളാണ് ഇതൊക്കെ എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു വൃന്ദാവനത്തിലൂടെയുള്ള ആ ഒരു യാത്ര, ആ യാത്രക്കിടയിൽ അദ്ദേഹം റെസ്റ്റ് ചെയ്ത് പോയ സ്ഥലങ്ങളാണ് ഇതൊക്കെ എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. സീസൺ സമയത്ത് ഇവിടെ ഫുൾ അയ്യപ്പ ഭക്തി ഗാനങ്ങളും കൂടുതലും ഈ നടന്നു പോകുന്നതിൽ ഏറ്റവും കൂടുതൽ തമിഴ്നാട്, കർണാടക ആളുകളായിരിക്കും കാണുന്നത്. മലയാളികളും ഉണ്ടാവും. എന്നാലും സീസൺ സമയത്ത് ഇവിടെ ഫുള്ള് ഭക്തി സാന്ദ്രമായിരിക്കും. അതെ, എല്ലാ ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഹോട്ടൽ ശാസ്ത്ര, കേരള, ആന്ധ്ര, കർണാടക, തമിഴ്നാട് മീൽസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? ഇതിന്റെ തൊട്ട് പുറകിൽ ഒരു ഫോറസ്റ്റിന്റെ ഒരു ഒരു സ്ഥലമുണ്ട്. അവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ശരിക്കും ഇതുപോലുള്ള കാനന ക്ഷേത്രങ്ങൾ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള, അതായത് തീർത്ഥാടകർ മാത്രം കണ്ടുവരുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇവിടേക്കൊക്കെ നമുക്ക് വരാവുന്നതാണ്, വിശ്വാസികൾക്ക് വരാവുന്നതാണ്. അതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഞാൻ എവിടെയും പോകരുതെന്നൊന്നും പറഞ്ഞ് എവിടെ എഴുതി വെച്ചൊന്നും ഞാൻ കണ്ടില്ല. അമ്മയൊക്കെ കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു അവർക്കിവിടെ വരണം എന്നുള്ളത്. കാരണം അവർക്കൊന്നും നടന്നു പോകാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുള്ള കാരണം അവർക്ക് ഇവിടെയൊക്കെ വരാൻ പറ്റി. ഇപ്പം നമ്മളിപ്പോ പോയി മുക്കുഴി ഉണ്ടല്ലോ, ഇത് ഇടുക്കി ജില്ലയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അവിടെ ഇടുക്കി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ? അതെ, ഞാൻ കണ്ടതാ. അവിടെ താഴെ ഇടുക്കി എഴുതിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ ഡീൻ കുര്യാക്കോസിന്റെ പേരിലുള്ള ഒരു ഫലകവും ഞാനിവിടെ റോഡിൽ കണ്ടു. അപ്പൊ ഡീൻ കുര്യാക്കോസ് ഇടുക്കിയാണ്. അപ്പൊ എന്തായാലും ഇത് ഈ ഒരു സ്ഥലം ഇടുക്കി ജില്ലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്താ അല്ലേ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ മാറി മാറി. പമ്പാ നദി അല്ല, അഴുത നദി. നമ്മളപ്പോ അത് വീണ്ടും നമ്മൾ കുറെ ആടെ അപ്പുറത്ത് പോകാൻ പോവാണ്. എന്നാലും ഈ കൈവരി ഇല്ലാത്ത പാലങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് അല്ലേ. ചേട്ടാ, മേളിൽ ഇടുക്കി ജില്ലയാണോ? പാലത്തിനപ്പുറം ഇടുക്കി ജില്ല. ഇത് കോട്ടയം, അത് ഇടുക്കി. അത് ശരി. അപ്പൊ അത് ഡീൻ കുര്യാക്കോസ്, ഇത് ആന്റോ ആന്റണി. അടിപൊളി. ഞങ്ങള് മുക്കുഴി പോയി. ചേട്ടന്റെ പേരെന്നാ? വിഷ്ണു. ശരി, പോവാ. ഇപ്പൊ അങ്ങേ അറ്റത്ത് കുറച്ച് പോകാൻ മാത്രമേ റോഡ് മോശമുള്ളൂ. ബാക്കി ചെയ്യാം. അപ്പൊ ഇപ്പൊ അമ്പലം തുറക്കാറില്ല? അമ്പലം 1-ാം തീയതി തുറക്കും, അത്രേ ഉള്ളൂ. അതായത് ശബരിമല തുറക്കുമ്പോ മാത്രമേ ഉള്ളൂ? അല്ല, 1-ാം തീയതി മാത്രമേ തുറക്കുള്ളൂ. പിന്നെ സീസണ് അപ്പോഴേ ഉള്ളൂ. അത് ശരി. ഡെയിലി പൂജയില്ല. ഓക്കെ. എങ്ങനെയുണ്ട്? പോട്ടെ. കൊള്ളാം. ഞാൻ കുറെ തവണ നടന്നു പോയിട്ട് അവിടെ താമസിച്ചിട്ടുണ്ട്. നടന്നു പോകുമ്പോ നമ്മള് വിരിവെച്ച് കിടക്കുമല്ലോ. അവിടെ ഒരു തൂക്കുപാലം കേട്ടോ, അത് കണ്ടില്ലല്ലോ. അതെവിടാ? നമ്മള് ഇങ്ങോട്ട് പോകണം, കോടത്തോട് പോകണം. കോടത്തോട് പോകുന്നതിന് കുറച്ച് ഇപ്പുറത്തായിട്ട് തൂക്കുപാലം ഉണ്ട്. ഇനി ഞാൻ പമ്പയ്ക്ക് പോവാം. ഞാൻ ഇങ്ങനെ അങ്ങ് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ശരിയാണോ? ബൈ. ഇനി നമുക്ക് പമ്പയ്ക്ക്, അതായത് ശബരിമലയ്ക്ക് പോകാനായിട്ട് 37 കിലോമീറ്റർ ഉള്ളു. ഇവിടെ നിന്ന് 52 മിനിറ്റ് ആണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കാം. നല്ല റോഡിൽ കൂടെ മാത്രം പോയാൽ മതി. നമുക്ക് ഇവിടെ ലെഫ്റ്റില് കാനനപാത എന്ന് പറഞ്ഞ് കാണാം. പമ്പ 28 കിലോമീറ്റർ എന്ന് പറഞ്ഞ് വഴിയുണ്ട്, പക്ഷെ അത് നടന്നു പോകുന്ന റൂട്ടാണ്. അപ്പോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെയാണ് നമുക്ക് ഏതമ്പലമാണ്? അഴുത അമ്പലം. ശിവക്ഷേത്രം. വെള്ളം
പമ്പാ നദിയിൽ കുളിക്കണം ഋഷിക്ക്. നമുക്ക് പമ്പയിൽ പോയിട്ട് കുളിപ്പിക്കാം അപ്പൊ കേട്ടോ. ഇവിടെ അഴുതാ നദിയാണേ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മറ്റൊരു ഇടത്താവളത്തിലേക്കാണ്. ഇവിടെയാണ് നമുക്ക് അഴുതാ ക്ഷേത്രവും അതേപോലെ തന്നെ അഴുതാ നദിക്കടവും നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ഥലം. അങ്ങ് ദൂരെ താഴെ കാണുന്നതാണ് അഴുതാ നദി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ആദ്യം പോയ കാളകെട്ടി എന്ന് പറയുന്ന ക്ഷേത്രം ഉണ്ടല്ലോ, ആ കാളകെട്ടി ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ നടന്ന് നേരെ വരുന്നത് ഈ അഴുതാ നദിയിലാണ്. അയ്യപ്പന്മാർ ആ സമയത്ത് സീസണിൽ നടന്നിറങ്ങി വരുന്ന ആ ഒരു വഴിയിലൂടെയാണ് ഞാൻ ഇറങ്ങി വരുന്നത്. ഇവിടെയൊക്കെ വിരിവെക്കാനുള്ള സൗകര്യങ്ങളും കടകളും മറ്റുമൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. എന്താ ഋഷി? പൂൾ നിക്കറോ? നമ്മളിപ്പോൾ ഇവിടെ കുളിക്കുന്നില്ല. നമുക്ക് താഴെ വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കുളിക്കുന്നില്ല കേട്ടോ. വീഴുവേ. ഈ കാണുന്നതാണ് നമുക്ക് അഴുതാ നദിയിൽ ആളുകൾ സാധാരണ രീതിയിൽ കുളിക്കാനായിട്ട് ഇറങ്ങുന്ന സ്ഥലം. ഇപ്പൊ ഇവിടെ പോകണ്ട ഋഷി, ഇവിടെ ഇറങ്ങണ്ട. ഇവിടെ കുളിക്കാനുള്ള വെള്ളമില്ല. നമുക്ക് പമ്പയിൽ പോയി കുളിക്കാം കേട്ടോ. ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഴുതാ നദിയിൽ നമ്മൾ ഇറങ്ങി ഇവിടെ കുളിച്ച് ഇവിടെ നദിയിൽ നിന്നും ഒരു കല്ലെടുത്തിട്ട് ഈ നദി ക്രോസ് ചെയ്ത് അവിടെ കാണുന്ന ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടോ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ആ മല കയറി നമ്മൾ ചെല്ലുന്നത് നമ്മളിപ്പോൾ നേരത്തെ പോയ മുക്കുഴിയിലേക്കാണ്. ആ മുക്കുഴിയിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഫർദർ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും കല്ലിടാങ്കുന്നം എന്ന് പറഞ്ഞ സ്ഥലം വരും. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്ന കല്ല് കല്ലിടാങ്കുന്നിൽ കൊണ്ടിടണം എന്നുള്ളതാണ് നമ്മൾ ആ ഒരു യാത്രയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് വന്നിട്ട് അഴുതാ നദിയിൽ മുങ്ങിക്കുളിച്ചിട്ടാണ് ഈ കാനനപാതയിലൂടെ നടന്ന് ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകരൊക്കെ പോകുന്നത്. ഇതിലൂടെ പോകുന്ന അയ്യപ്പന്മാരൊക്കെ ഇവിടെ മെയിൻ റോഡാണ് ഈ കാണുന്നത്. ഇതിലൂടെ പോകുന്ന അയ്യപ്പന്മാർ ഈ കുമളി ഭാഗത്തൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഈ വഴി കൂടെ ഇവിടെ വന്നിട്ട് ഇവിടെ കുളിക്കാനായിട്ടൊക്കെ നിർത്താറുണ്ട്. അപ്പോൾ ഇവിടെ ആളും പേരും ഒന്നുമില്ല. നമ്മൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല. വി ആർ ഗോയിങ് ബാക്ക്. ഇതാണ് നമുക്ക് ഇവിടുത്തെ ഒരു ക്ഷേത്രം. ഇത് ശിവക്ഷേത്രമാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ കുറേ നാളായി ഈ വഴിക്കൊക്കെ വന്നിട്ട്. മലയാരന്മാരുടെ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മലയാരയ മഹാസഭ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കുരുത്തോല എടുത്തോ? ബാ. ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന മൊബൈൽ ചാർജിങ് ഫോർ 20 rupees. പിന്നെ നീ എന്താ കരുതിയേ? പവർ ബാങ്ക് ഒക്കെ ഇപ്പോഴല്ലേ ഉണ്ടായത്. പണ്ടൊന്നും പവർ ബാങ്ക് ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴും പവർ ബാങ്ക് കൊണ്ട് വരാത്ത ആൾക്കാർ എന്തോരം ഉണ്ടാവും. ഇല്ല, ചാർജ് ചെയ്യാനുള്ള കറണ്ട് സൗകര്യങ്ങളൊന്നും കിട്ടത്തൊന്നുമില്ല. അഥവാ ഇവിടെ വിരിതേക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ എത്ര പ്ലഗ് പോയിന്റ് ഉണ്ടാവും ചാർജ് ചെയ്യാനായിട്ട്? നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അയ്യപ്പന്റെ പൂങ്കാവനത്തിലേക്കുള്ള ആ വഴിയിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം കണമല എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. കണമല പ്രശസ്തിയാണ്. പണ്ട് ഒരു ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ഒരു ലോറി, കണമല ദുരന്തം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ലോറി ലോറി ചരക്കം ഉണ്ടാവുള്ളല്ലേ, പാസഞ്ചേഴ്സിന് പോകാനുള്ളല്ലോ. ആ ലോറിയുടെ പ്ലാറ്റ്ഫോമിൽ ചാക്കിനകത്ത് മണ്ണ് നിറച്ച് വെച്ചിട്ട് ലെയറാക്കി വെച്ചു. എന്നിട്ട് അതിന് മുകളിൽ ഇവര് ബെഡ് സെറ്റ് ചെയ്തിട്ട് കിടക്ക വിരിച്ചിട്ട് കിടക്കാൻ വേണ്ടി സ്ലീപ്പർ ബസ് പോലെ സ്ലീപ്പർ ലോറി ആക്കിയിട്ട് ഒരു കൂട്ടം തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് കണ്ടുള്ള ലോറിയാണ്. അവര് ഇവിടെ വന്നതാണ്. അവര് ശബരിമല ദർശനത്തിന് ശേഷം തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ട് കറക്റ്റ് ലൊക്കേഷൻ എനിക്കറിയത്തില്ല, ഈ ലോറി മറിഞ്ഞു. അതായത് അപകടത്തിൽപ്പെട്ട് മറിഞ്ഞപ്പോൾ ഇവർ കൂടുതലും മരിച്ചത് ഈ മൺചാക്ക് ഇവരുടെ ദേഹത്ത് വീണിട്ടാണ് ഇവർ മരണപ്പെട്ടത്. കുറെ ആൾക്കാർ മരണപ്പെട്ടത്. അപ്പോൾ അതിന് ശേഷമാണ് ചരക്ക് വാഹനങ്ങളിൽ പാസഞ്ചേഴ്സ്, ശരിക്കും ചരക്ക് വാഹനങ്ങളിൽ പാസഞ്ചേഴ്സ് യാത്ര ചെയ്യുന്നത് ലീഗലായിട്ടുള്ള കാര്യമല്ല. ശബരിമലയ്ക്ക് പ്രത്യേകം വിടാതെ ഇരുന്നത് അതിനുശേഷമാണ് ആ ഒരു പരിപാടികളൊക്കെ നിർത്തിയത്. അത്തരത്തിൽ വരുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു. പെട്ടി ഓട്ടോയിലും അതുപോലത്തെ വണ്ടികളിലൊക്കെ വരുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് പൂർണ്ണമായിട്ടും നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ നിർത്തി. ഞാനിവിടെ ഒരു പമ്പിൽ ഡീസൽ അടിക്കാൻ വേണ്ടി കയറിയതാ. അന്നേരം നിലയ്ക്കലെത്തി. അന്നേരം ഒരു KSRTC ബസ് ഡീസൽ അടിക്കാൻ വേണ്ടി വരുന്നു ഇവിടുത്തെ പമ്പില്. ആ ബസ്സിന്റെ പേര് കണ്ടടി? വടക്കഞ്ചേരിക്കാരൻ. അതായത് ഇവിടെ ശബരിമല മറ്റേ ക്ഷേത്രം ഓപ്പൺ ആയിരുന്നു, ഇന്നിപ്പോ ക്ലോസ് ആവും. അപ്പോ ഇവര് സ്പെഷ്യൽ സർവീസുകളൊക്കെയാണ്. ഇത് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ഓടുന്ന ബസ്സാണ്. നിലയ്ക്കലിലാണ് ഇപ്പോഴും വലിയ വണ്ടികളൊക്കെ പാർക്കിംഗ് കൊടുക്കുന്നത്. ആനവണ്ടി വന്നല്ലേ, അടിപൊളി. ഡീസൽ അടിച്ച് മുന്നോട്ട് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം 4 മണി ആയതേ ഉള്ളൂ. ഭയങ്കര മഴക്കാറ്, ലോ ഫ്ലോർ ഒക്കെ അതേ വരുന്നത്. ഇതെവിടെന്നാ? ഇത് തിരുവനന്തപുരം പമ്പ ലോ ഫ്ലോർ. പിന്നെ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള KSRTC ബസ്സുകളൊക്കെ ഈ നിലയ്ക്കൽ പമ്പ റൂട്ടിലും മറ്റ് പല റൂട്ടുകളിലും ഒക്കെ സർവീസ് നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ അട്ടത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ അട്ടത്തോട് എന്ന് പറഞ്ഞ സ്ഥലം വളരെ ഫേമസ് ആണ്. നിലയ്ക്കൽ കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രാമമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മകരജ്യോതി വരെ കാണാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പമ്പ എത്തി ഗൈസ്. പമ്പ, യെസ്. ഈ കാണുന്നത് പമ്പ KSRTC ബസ് സ്റ്റേഷനാണ്. അതായത് ശബരിമല ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കുന്ന സമയം മാത്രം തുറന്ന് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക ബസ് സ്റ്റേഷനാണ് ഈ കാണുന്ന പമ്പ KSRTC ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്.
നമ്മുടെ നാട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ലൊക്കേഷനിലുള്ള ഒരു ബസ് സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. നമുക്ക് കാണാം മുമ്പിൽ ചുറ്റിനും വനം, ആ വനത്തിന് നടുവിലുള്ള ഒരു ബസ് സ്റ്റേഷൻ. അതാണ് KSRTC പമ്പ ബസ് സ്റ്റേഷൻ. എന്ത് ഭംഗിയല്ലേ. എനിക്ക് ഒട്ടേറെ ഓർമ്മകളുണ്ട് ഈ ഒരു ബസ് സ്റ്റാൻഡുമായിട്ട്. ഞാനിവിടെ ധാരാളം ആ ഒരു KSRTC വെബ്സൈറ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് പല പല ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ദിവസങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട്. ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ആയിട്ട് പല പല പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ബസ് സ്റ്റേഷനാണ് എനിക്കിത്. അവിടെ ഇപ്പം പല ഭാഗങ്ങളിലേക്ക് തിരുവനന്തപുരം, പത്തനംതിട്ട, ചെങ്ങന്നൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഭാഗങ്ങളിലേക്ക് പോകുന്ന KSRTC ബസ്സുകളൊക്കെ അവിടെ കിടക്കുന്നത് കാണാം. തിരുവനന്തപുരത്തും മറ്റുമൊക്കെ ഓടുന്ന ഇതുപോലെയുള്ള ലോ ഫ്ലോർ ബസ്സുകൾ പമ്പ നിലയ്ക്കൽ റൂട്ടിൽ സ്പെഷ്യൽ സർവീസ് ഓടിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ആക്ച്വലി ഇപ്പം മഴക്കാറായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അവിടെ ദൂരം അങ്ങ് മേളിൽ വനത്തിൽ മഴ പെയ്യുന്നുണ്ട്. മഴക്കാറായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ആ ഒരു ഫീലാണ് ഇവിടെ മൊത്തം. അങ്ങനെ ഞാനിവിടെ പമ്പ നദീ തീരത്ത് വന്നിരിക്കുകയാണ്. ശരിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന പമ്പ നദീ തീരത്താണ്. അയ്യോ, നല്ല ഇടിവെട്ടും മഴയൊക്കെ വരുന്നെന്ന് തോന്നുന്നു. ഇവിടെ ആക്ച്വലി ഇന്ന് വിഷുവിന് നട തുറന്നിട്ട് ഇന്നിപ്പോൾ അടയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ അയ്യപ്പന്മാരും മറ്റുമൊക്കെ ഉണ്ട്. വാഹനങ്ങൾ ആക്ച്വലി നമുക്ക് കൺട്രോൾ റൂമിൽ പോയി പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ഋഷി കുളിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ പമ്പയിൽ നമുക്കൊന്ന് കുളിക്കാം. ഈ കിടക്കുന്നതൊക്കെ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന അയ്യപ്പന്മാർ കാണിക്കുന്ന മറ്റൊരു വൃത്തിയുടെ പരിപാടിയാണ്. അതിവിടെ ചെയ്യരുതെന്ന് എഴുതി വെച്ചാലും ചെയ്യും. അതായത് ഇവര് വിചാരിക്കുന്നത് ഈ പമ്പയിൽ ഇവർ ഉപയോഗിച്ച വസ്ത്രം ഒഴുക്കി കളയുന്നത് എന്തോ വലിയ ആചാരമായിട്ടാണ് ഇവിടെയുള്ള ആളുകൾ കരുതുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് കുളിക്കുന്ന ആളുകൾ ഇവിടെ വെള്ളം കുളിച്ചതിന് ശേഷം പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഒഴുക്കി വിടും. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. അത് മൊത്തം മലിനമായിട്ട് ഇവിടെ കിടക്കും. അത് നദിയെ മലിനമാക്കും. അങ്ങനത്തെ പരിപാടിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ത്രിവേണി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് നമ്മുടെ പമ്പ നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് പമ്പ നദി ഉത്ഭവിച്ച് പോകുന്ന സ്ഥലം. അപ്പോൾ ആ ത്രിവേണി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഒന്ന് കുളിക്കാം. കുളിച്ചതിന് ശേഷം നമുക്ക് പോകാം. അങ്ങനെ ശബരിമലയ്ക്ക് പോയില്ലെങ്കിൽ പമ്പയിൽ വന്ന ഋഷി പമ്പ നദിയിൽ കുളിച്ചു അല്ലേ? പോകത്തില്ല, കുളിച്ചോ. കല്ലുണ്ട് താഴെ, കണ്ടോ? കല്ല് കണ്ടോ? അപ്പ കല്ലെടുത്തരാം. ഇത് കണ്ടോ? ഉരുള കല്ല് കണ്ടോ? അപ്പോ അങ്ങനെ ഋഷി പമ്പയിൽ കുളിച്ചു അല്ലേ? സിം ചെയ്യുവോ? അല്ലാതെ നോക്കൂ, നല്ല മഴ പെയ്യാൻ പോവാണ്. പെരുമഴ പെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ? ആ ട്രാക്ടർ പോകുന്നത് കണ്ടോ? നമ്മൾ എവിടെ വന്ന് കുളിച്ചെന്നറിയോ? ത്രിവേണിയില്ലേ, പമ്പ നദി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത്. ഇവിടെ നിന്നോ ഇനി. ഓക്കെ, അപ്പൊ ഞങ്ങൾ കുളി കഴിഞ്ഞേ. എന്റെ മുത്തിരി തണുക്കുന്നു. ഇവിടെ എല്ലാം നോക്കിയടി, ഓരോ ആളുകളുടെ അണ്ടർവെയർ നോക്കി അങ്ങോട്ട്. അതായത് ഇവിടെ എല്ലാം അണ്ടർവെയർ ആണ്. ബാക്കി കാണിക്കുന്നില്ല. അണ്ടർവെയർ, തുണി, പിന്നെ അവിടെ എവിടെയെല്ലാം ഇത് മലമൂത്ര വിസർജനമൊക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞുണ്ടല്ലോ, പുണ്യ നദി എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറ്റി വൃത്തികെട്ട നദിയാക്കി മാറ്റാണ് ഇവിടെ വരുന്ന തീർത്ഥാടകർ ചെയ്യുന്നത്. അതൊക്കെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ്. കണ്ടു കാര്യമില്ല. തണുക്കുന്ന സാറിന് പുളി കഴിഞ്ഞോ? ഇഷ്ടപ്പെട്ടോ? യു ലൈക്ഡ് ഇറ്റ്? പിന്നല്ല. അങ്ങനെ ഋഷി ഇവിടെ ശബരിമലയിൽ വന്നിട്ട് നമ്മൾ പമ്പ നദിയിൽ കുളിച്ചു അല്ലേ? അങ്ങനെ നമ്മൾ അകത്ത് വന്നു. അകത്ത് അത്യാവശ്യം നല്ല വണ്ടി തിരക്കുണ്ട്, വണ്ടി പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വരെയാണ് വണ്ടിയും കൊണ്ട് വരാൻ സാധിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നിട്ടാണ് നമ്മൾ ശബരിമല ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 4-5 കിലോമീറ്റർ നടക്കാനുണ്ട്. ട്രാക്ടർ ഈ സാധനത്തിലാണ് സന്നിധാനം വരെ സാധനങ്ങൾ ഗ്യാസ് കുറ്റി എല്ലാം കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ പമ്പ ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി. നമുക്ക് ഇവിടെ വരെ ആർക്കും ഏത് സമയത്തും എല്ലാ ദിവസവും വരാവുന്നതാണ്. 365 ദിവസം വരാവുന്നതാണ് ഇവിടെ. ഇവിടെ ഇപ്പം അമ്പലം തുറന്നിരിക്കുന്ന സമയമായതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാരുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ ആരും ഉണ്ടാവാറില്ല. വല്ലപ്പോഴും വരുന്ന ആരെങ്കിലും മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇന്ന് രാത്രി 10 മണിക്ക് ക്ഷേത്രം അടയ്ക്കും. എന്നാലും ഇപ്പം സമയം 6 മണിയായിട്ടും അയ്യപ്പന്മാർ ഇവിടെ പമ്പയിൽ വന്ന് തേങ്ങ ഉടച്ച് മുകളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് പമ്പ ഗണപതി ക്ഷേത്രം. ഇവിടെ വന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ, ഞാൻ പറഞ്ഞ പോലെ 365 ദിവസം നിങ്ങൾക്ക് ഇവിടെ വരാം. എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കാനനക്ഷേത്രം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കാനനക്ഷേത്രം എന്നൊക്കെ പറയാം നമ്മുടെ സ്വന്തം ശബരിമല. ഇവരെന്റെ ഫാൻസ് ആണ് രണ്ടുപേര്. നിങ്ങൾ കൊല്ലത്തുനിന്നല്ലേ? കൊല്ലത്തുനിന്ന്. ഹാപ്പി ആയാ? ഓക്കെ, പോയി തൊഴുതിട്ട് വരൂ. സ്വാമി ശരണം.
ഇതെവിടെ നിന്ന് കിട്ടി? ഉഴുന്നുവട. ഇതെനിക്ക് വാങ്ങണ്ടില്ലല്ലോ. വടമാല ഇടത്തില്ലേ ആ അതിന്റെയാണ്. അതിവിടെ ഉണ്ടായിരുന്നോ? അത് പുള്ളി തന്ന ഇത് വെണ്ണ വെണ്ണ. വെണ്ണയും കിട്ടി, വെണ്ണയും കിട്ടി, എല്ലാം കിട്ടി. ഭസ്മം എല്ലാം ഉണ്ട്. ഇവിടെ അമ്പലം ശബരിമല അടച്ചിരിക്കുന്ന ദിവസങ്ങളിൽ വരണം. ഒറ്റ മനുഷ്യനുണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അന്നേരം ശരിക്കും ക്ഷേത്രത്തിന്റെ ഫീലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദർശനം കഴിഞ്ഞ് കയറി വരുന്ന അയ്യപ്പന്മാരെ നമുക്ക് ഇഷ്ടം പോലെ കാണാം. ഇനിയിപ്പം അങ്ങോട്ട് പോകുന്നവർ കുറവായിരിക്കും, തിരിച്ചു വരുന്ന ആളുകളായിരിക്കും കൂടുതൽ. 10 മണിക്ക് നട അടയ്ക്കുന്നവരെ നമ്മൾ ആളുകൾ കയറിക്കൊണ്ടിരിക്കും. നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഹരിവരാസനമൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. എന്തായാലും ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. ഋഷി എവിടെ ഇരിക്കുന്നേ? ശബരിമലയിലെ ട്രാക്ടറിന്റെ മേളിലിരിക്കുക ഋഷി അല്ലേ? ഞങ്ങൾ ട്രാക്ടറും ഫയർ ട്രക്കും ഒക്കെ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ട്രാക്ടറിന്റെ മേളിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിരുന്നതാ. ബിഗ് ട്രാക്ടർ വരുന്നുണ്ടോ? അയ്യോ എന്തോരം ട്രാക്ടറാന്നേക്ക്. ഋഷ ഇനി സമയമുണ്ട്, ഒന്നും കൂടെ പുഴയിൽ ഇറങ്ങണോ? ഒന്നുകൂടെ കുളിക്കണോ? സമയമുണ്ട്, കുളിക്കുന്നോ? ഞങ്ങളിവിടെ താഴെ തന്നെയുള്ള ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി കയറിയാണ്. ചേട്ടാ പൊറോട്ട ഉണ്ട്, പൊറോട്ട. ചേട്ടൻ പൊറോട്ട അടിക്കുന്നുണ്ട്, വാങ്ങിക്കാം. ഇവിടെ പൊറോട്ടയും ഗ്രീൻ പീസ് കറിയും സോയാബീൻ റോസ്റ്റും ഉണ്ടെന്ന്. സോയാബീൻ എനിക്ക് വേണ്ട, ഗ്രീൻ പീസ് കറി. ഋഷിക്ക് എന്താ വേണ്ടേ? എനിക്കൊരു കാര്യം അറിയാം, ഇവിടെ എല്ലാം വിറകിലുള്ള പരിപാടി ആയിരിക്കും. ചായ ഉണ്ടാക്കുന്നത് മാത്രമുള്ള ഗ്യാസ്, ബാക്കിയെല്ലാം വിറകിന്റെ പരിപാടികളായിരിക്കും. കൂടുതലും വിറകാ, കാരണം മേളിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് വിറക് തന്നെയാണെന്ന് തോന്നുന്നു. കുടിച്ചോ കേട്ടോ. എന്നാ പതയൊക്കെ ഉള്ള ലെമൺ സോഡയാണല്ലോ. അവൻ കുടിച്ചോളും. പിടിച്ചു കൊടുക്കണ്ട, ഒന്നും വേണ്ട. കുടിച്ചോ കേട്ടോ. ഞാനുണ്ട്, നല്ലതാണോ? യു ലൈക്ക് ഇറ്റ്? അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും ഗ്രീൻ പീസ് കറിയും പൊറോട്ടയും പിന്നെ സോയാബീൻ റോസ്റ്റും ഉണ്ടോ. ഞങ്ങളുടെ ഡിന്നർ കഴിഞ്ഞു അല്ലേ? സമയം 6 മണി ആയതേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഇരുന്ന് പൊറോട്ടയും മഷ്റൂം അല്ലല്ലോ സോയാബീനിന്റെ റോസ്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ. സംഭവം പൊളിയായിരുന്നു. ഇതിപ്പോൾ ലൈറ്റൊക്കെ ഓണാക്കി ഇനിയിപ്പോൾ ആൾക്കാർ വരും, ഇറങ്ങി വരുന്ന ആൾക്കാർ. ഗ്രീൻ പീസ് കറി അടിപൊളിയായിരുന്നു. ശരിക്കും ഉണ്ടല്ലോ, ഈ സമയത്ത് വേണം ഡിന്നർ കഴിക്കാൻ. വൈകിട്ട് 6 മണിയാകുമ്പോൾ ഡിന്നർ കഴിക്കണം എല്ലാ ദിവസവും, ചൈനക്കാരൊക്കെ ചെയ്യുന്ന പോലെ. ഇല്ല, അതാണ് പ്രശ്നം. ഭക്ഷണം കഴിച്ച് നിറച്ചിട്ട് ഒരിക്കലും കിടന്ന് ഉറങ്ങാൻ പാടില്ല. ഭക്ഷണം കഴിച്ചൊരു 9 മണിക്ക് കഴിക്കും, 12 മണിക്ക് ഉറങ്ങും. ശരിയാ, ഭക്ഷണം കഴിച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങാൻ പാടുള്ളൂ. ഈ കാണുന്ന കട ഉണ്ടാവും, ഇത് എല്ലാ ദിവസവും ഉള്ള കടയാണെന്ന്. അതായത് 365 ഡേയ്സ് തുറന്ന് പ്രവർത്തിക്കുന്ന കടയാണെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ എല്ലാ ദിവസവും പോലീസുകാരും ബാക്കിയുള്ള ഓഫീസേഴ്സും ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി പിന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടിയും കഴിക്കാനുള്ള കട. ഇത് എല്ലാ ദിവസവും ഉള്ള കടയാണെന്ന്. 365 ദിവസം ഇവിടെ വരെ വേണം ചായ കുടിക്കാൻ വന്നാലോ. ഒരു റൈഡ് ആവും. ഇവിടെ വന്ന് പൊറോട്ട കഴിച്ചിട്ട് പോകാം, പക്ഷെ വെജ് മാത്രമേ ഉള്ളൂ. ഇവിടെ പുതിയൊരു സ്റ്റാച്ചു വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അയ്യപ്പൻ പുലിപ്പുറത്തിരിക്കുന്ന ഒരു സ്റ്റാച്ചു. അതിന്റെ ബാക്കിൽ പൂങ്കാവനമൊക്കെ ഇങ്ങനെ കാണാം. അത് കൊള്ളാം കേട്ടോ, അത് ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഒത്തിരി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ദിവസം ചെല്ലും തോറും. അപ്പൊ നമ്മൾ തിരിച്ചു പോവാനി. ഋഷിക്ക് സ്റ്റാച്ചുവിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്ന് ഋഷി സ്റ്റാച്ചുവിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത്. ഇനിയിപ്പോ മഴ കേട്ടോ തിരിച്ചു പോകാനായിട്ട്. പക്ഷെ ഇന്ന് അടിപൊളി ദിവസമായിരുന്നല്ലേ? ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. ഇന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കോടയൊക്കെ ഇറങ്ങി, ദൈവമേ എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ല. രാത്രി ആയില്ലേ, കോടയൊക്കെ ഇറങ്ങി. 6 മണി ആവുന്നേ ഉള്ളൂ. മഴ കാരണം പിന്നെ കാടായതുകൊണ്ട് നമുക്ക് നേരത്തെ ഇരുട്ടിയതാണ് സംഭവം. എന്തായാലും നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ ട്രിപ്പിന്റെ മറ്റൊരു പത്തനംതിട്ടയിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഈ പത്തനംതിട്ട ഭാഗത്തോ എവിടെ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ടേക്കൊക്കെ ഡ്രൈവിന് വരാം. രാവിലെ വന്നിട്ട് വൈകിട്ട് തിരിച്ചു പോകണം. രാത്രി ആവുന്നതിന് മുമ്പ് വരുന്ന വഴിക്ക് മാലിന്യം ഒന്നും ഇടാൻ പാടില്ല. റോഡ് വിട്ട് വേറെ അങ്ങോട്ടും കാട്ടിലോട്ടും കയറാൻ പാടില്ല. സേഫായിട്ട് വരിക, സേഫായിട്ട് പോവുക. വേറെ പരിപാടിക്കൊന്നും വരരുത്. അമ്പലത്തിൽ പോകാനായിട്ട് മാത്രം വരിക. ഒരു നല്ലൊരു ഡ്രൈവും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാം. അപ്പൊ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സുകൾ വീണ്ടും കിടക്കുന്നു. ഇനിയിപ്പം പാതിരാത്രി മിക്കവാറും രാവിലെ വരെ ഉണ്ടാവും അവരവിടെ. അവസാന പാസഞ്ചേഴ്സിനെയും തിരിച്ചു കൊണ്ടുപോയതിനു ശേഷം KSRTC ബസ്സുകളും പോകുന്നതാണ്. എല്ലാ ദിവസവും വരുന്ന KSRTC ബസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വണ്ടിയിൽ വരാം. KSRTC ബസ് ഡെയിലി ഉണ്ട്. കുറെ ബസ് സർവീസുകളുണ്ട്. രാവിലെ വന്നാൽ വൈകിട്ടൊക്കെ തിരിച്ചു പോകുന്നതിന് ഇതൊക്കെ പോകാം. നട അടച്ചിരിക്കുന്ന സമയങ്ങളിൽ പമ്പയിൽ നിന്നും മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല. എല്ലാ സമയത്തും താഴെ വരെ വരാം. എന്തായാലും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, നമ്മുടെ സ്വന്തം അയ്യപ്പന്റെ പൂങ്കാവനം. അപ്പോ വി ആർ സൈനിങ് ഓഫ്. അപ്പൊ നാളെ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം അല്ലേ? പുറത്ത് നോക്ക്, മഴയാണ്. നാളെ ഋഷിയുടെ പുതിയ കാർ സീറ്റ് വരും ഗൈസ്. ഓക്കെ, സീ യു ഗൈസ് ടുമോറോ. ബൈ.